ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ വെട്ട് കേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വെറും 10 മിനിറ്റ് മതി. ഷേപ്പാക്കി എടുക്കുകയും വെട്ടിയെടുക്കുകയും ഒന്നും വേണ്ട. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അധികം ചേരുവകളും വേണ്ട. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇതിൻ്റെ കൂടെ 5 ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ടയും ചേർത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ഇനി ഞാനിവിടെ 2 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയൊക്കെ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ മൈദയൊക്കെ അളന്നെടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. കളറിന് വേണ്ടിയിട്ട് ഞാനിതിലോട്ട് 1-2 തുള്ളി യെല്ലോ കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഫുഡ് കളറിൻ്റെ പൗഡർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമ്മൾ കുഴച്ചെടുക്കുമ്പോഴേക്ക് മിക്സായി വരും. ഇപ്പോൾ ഫുഡ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1-2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. കൂടുതൽ ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി ചേർത്താൽ ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു ഓറഞ്ച് കളർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ആണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൽ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 1/4 കപ്പോളം പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പാലിൻ്റെ അളവ് നമ്മൾ എടുത്തിരിക്കുന്ന മൈദയുടെ അളവ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമേ പാൽ ഒന്നിച്ചൊഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ദാ ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാം. വെട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ കേക്ക് വേവിച്ചെടുക്കാൻ. എന്നാലേ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ പുറമേ ഉള്ള കളർ ആ മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. തീ കൂട്ടിയിട്ടാൽ പുറമേ പെട്ടെന്ന് ബ്രൗൺ നിറം ആയിപ്പോവും. അകവും വെന്ത് കിട്ടില്ല. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. കയ്യിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയ ഉരുള എടുക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഷേപ്പൊന്നും ചെയ്യണ്ട കേട്ടോ. ഉരുള എടുക്കുമ്പോൾ അധികം വലിപ്പത്തിൽ എടുക്കരുത്. നമ്മൾ എടുക്കുന്ന സൈസിൻ്റെ ഇരട്ടി വലിപ്പമാവും വെന്ത് കിട്ടുമ്പോൾ. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കേക്ക് വെന്ത് വരുമ്പോഴേക്ക് ഇത് പൊട്ടി വരും. വെട്ട് കേക്ക് പോലെ ആയി വരും. താഴെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴേ പൊട്ടി വന്നിട്ടുണ്ട്. താഴ്ഭാഗവും റെഡിയായിട്ട് വരണം. കുറച്ച് സമയം എടുക്കും. നമ്മൾ സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വെട്ട് കേക്ക് പോലെ തന്നെ ഇതാ പൊട്ടി വന്നിട്ടുണ്ട്. നല്ല ഈസി അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. 3-4 ദിവസമൊക്കെ കേടാകാതിരിക്കും. 2 കപ്പ് മാവ് കൊണ്ട് ഈ സൈസിലുള്ള 8 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമല്ലേ? ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.